ഹലോ നമസ്കാരം, ഞാൻ ബിന്ദു വിപിൻ. ബിന്ദു സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ്. സവാളയും തക്കാളിയും വഴറ്റി സമയം കളയാതെ കുക്കറിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണിത്. ഇതിന് ബാച്ചിലേഴ്സ് കറി എന്ന് വേണമെങ്കിൽ പറയാം. ജോലിക്ക് പോകുന്നവർക്കും ബാച്ചിലേഴ്സിനൊക്കെ രാവിലത്തെ തിരക്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രുചികരമായ ഒരു മുട്ടക്കറിയാണിത്. ചപ്പാത്തിക്കും പുട്ടിനും ചോറിനും നൂൽപുട്ടിനും എല്ലാം ഒരുപോലെ കോമ്പിനേഷനായിട്ടുള്ള ഒരു ഈസി മുട്ടക്കറി. അപ്പോൾ എങ്ങനെയാണ് ഈ മുട്ടക്കറി തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി 3 മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞെടുത്തു. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4-5 വെളുത്തുള്ളി, 3 പച്ചമുളക് ഇത്രയും നീളത്തിൽ അരിഞ്ഞെടുത്തു. ഒരു കുക്കർ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായി ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അധിക സമയം ഇട്ട് വഴറ്റേണ്ട കാര്യമില്ല. 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കും. ഇനി ഇതിലേക്ക് അരിഞ്ഞ സവാള ചേർത്തിട്ടും ഇതുപോലെ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 1 മിനിറ്റ് വഴറ്റിയാൽ മതി. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കിയിടാം. സവാളയുടെ കളറ് മാറുന്നത് വരെ വഴറ്റേണ്ട കാര്യമൊന്നുമില്ല. 1 മിനിറ്റ് ഒന്നിങ്ങനെ വഴറ്റിയാൽ മതി. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തിട്ടും ഇതേപോലെ തന്നെ 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. എല്ലാം കൂടി 3 മിനിറ്റാണ് വഴറ്റാൻ എടുത്ത സമയം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി 1 മിനിറ്റ് വഴറ്റിയെടുത്തു. പിന്നീട് സവാള ചേർത്തിട്ട് 1 മിനിറ്റ് വഴറ്റി. ഇപ്പോൾ തക്കാളി ചേർത്തിട്ടും 1 മിനിറ്റ് വഴറ്റി. ഇത്രയും വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും പൊടികൾ ചേർത്തിട്ട് പൊടികളുടെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്തിട്ട് നല്ല ടേസ്റ്റാണ്. ഇതും കൂടി ചേർത്തിട്ട് ഈ പൊടികളിലെ പച്ചമണം മാറുന്നത് വരെ 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറി അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിൽ, ഒറ്റ വിസിൽ കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. എയർ പോയി. കുക്കർ തുറന്ന് നോക്കാം. തക്കാളിയും സവാളയെല്ലാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം. ഞാനിവിടെ ആവശ്യത്തിനുള്ള മുട്ട പുഴുങ്ങി വരഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പുഴുങ്ങി പാകമാക്കിയ മുട്ട. മുട്ട ഈ മസാലയിൽ ഇങ്ങനെ പൊതിഞ്ഞ് വയ്ക്കാം. ഇനി ഇത് കുക്കർ അടച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് എയറിട്ട് വയ്ക്കണം. 1 മിനിറ്റ് എയറിട്ട് വെച്ചതിന് ശേഷം കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. നല്ല ഈസി ടേസ്റ്റി മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. നമസ്കാരം.